രമേശ് ചെന്നിത്തലയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ ചെന്നിത്തല പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് CPM പ്രവർത്തകര് അവരുടെ സ്വർണ്ണക്കൊള്ള കേസിലെ അവരുടെ വികൃതമായ വശം, അതായത് CPM ആണെന്നാണല്ലോ ഇപ്പോഴും കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അപ്പം ആ വികൃതമായ വശം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധിയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ പാപ്പരാത്തമാണെന്നും പറയുന്നുണ്ട് ചെന്നിത്തല പറയുന്നുണ്ട്. അതായത് CPMകാര് ഇതിലേക്ക് അവർ ചെയ്തിട്ടുള്ള, അതായത് ഈ പറയുന്ന മറ്റേ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധിയെ വലിച്ചടിച്ച് കൊണ്ടുവരുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM പ്രവർത്തകരല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് ചെന്നിത്തല എന്താ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് CPMകാരല്ല, അത് കോൺഗ്രസ്സുകാരാണ്. ഈ സാധനം പുറത്തു വന്നതും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ CPMന്റെ അല്ലെങ്കിൽ CPM വലിച്ചഴയ്ക്കുന്നു എന്ന് ചെന്നിത്തല പറയുന്നത് എന്തിനായിരിക്കും? ഇത് ശരിക്കും ചെന്നിത്തലയുടെ ഒരു രാഷ്ട്രീയ വാപ്പരത്വം കൊണ്ട് പറയുന്നു, വേറൊന്നും കൊണ്ടല്ല. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഇറ്റ്സ് നോട്ട് മാനിപ്പുലേറ്റഡ്. അതൊരിക്കലും ഒരാള് സൃഷ്ടിച്ചെടുത്ത ഒരു AI ഉപയോഗിച്ചിട്ടോ ഒന്നും സൃഷ്ടിച്ചെടുത്തതല്ല. ഇനി ഞങ്ങൾ പോയിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ പോയിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, അവർ രണ്ട് നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഈ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നത് ഗോവർദ്ധൻ അല്ല എന്നോ, അതല്ലെങ്കിൽ പച്ചയ പരമാർത്ഥമാണത്, ഗോവർദ്ധൻ അല്ല എന്നോ, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പോയിട്ടില്ല എന്നൊന്നും ഇവരാരും, കോൺഗ്രസ്സുകാരും ഈ ചിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല എന്നാരും തള്ളി പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഈ ഒരു ചിത്രം സംഭവിച്ചത് തന്നെയാണ്. അതായത് സോണിയാഗാന്ധിയുടെ ആ വീട്ടിലേക്ക് ഇവർ മൂന്ന് പേരും കൂടിയിട്ട്, അതായത് 2 MP-മാർക്കുൾപ്പെടെ പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോയി. ഗിഫ്റ്റ് കൊടുത്തു, കയ്യിൽ ചരടോ വാട്ടവർ എന്തോ കെട്ടിക്കൊടുത്തു. ഇത് സംഭവിക്കാത്ത കാര്യമല്ല. ഇത് വലിച്ചിഴക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? ഇപ്പൊ നമ്മള് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പൊ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മുടെ അടൂർ പ്രകാശിന് കവർ കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഒരു കവറിനകത്തിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ, 2 കവറുകളിലായിട്ട് ഒരു സാധനം കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പേപ്പർ കവറിനകത്ത് എന്തോ ഒരു സാധനം കൊടുക്കുന്നു. പോട്ടെ, അതൊരു ഇൻവിറ്റേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ധരിക്കാം. അപ്പോഴും ഈ ചിത്രം എങ്ങനെ പുറത്തേക്ക് വന്നു അത് നമ്മൾ അറിയണ്ടേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ കിടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു കൊടുത്ത ചിത്രമൊന്നും ആയിരിക്കില്ല ഇത്. അപ്പം ഈ ചിത്രങ്ങൾ ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. ആ വഴി ഏതാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വഴി ഏതാ? അത് CPMകാർ വഴിയാണോ പിന്നെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നത്? അല്ല. അപ്പോ കൂട്ടത്തിലുള്ള നമ്മുടെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടെന്ന് പല ആവർത്തി കണ്ടിട്ടുണ്ടെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ ഈന്തപ്പഴം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈന്തപ്പഴം നിന്നിട്ടുണ്ട്, അതെല്ലാവർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ അടൂർ പ്രകാശ് അങ്ങനെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതേ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്നിട്ടാണ് സോണിയാഗാന്ധിയെ കണ്ടത്. അത് സോണിയാഗാന്ധിയെ ആരും മനഃപൂർവ്വം വലിച്ചഴയ്ക്കുന്നതല്ല. ആ ചിത്രത്തിൽ സോണിയാഗാന്ധി ഉണ്ടെന്നേ. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ പേരുകൂടി പരാമർശിക്കപ്പെടുന്നത്. ഈ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ പിന്നെ ഈ പറയുന്ന ഇറ്റലിയിൽ ഒരു ആന്റിക് പീസുകൾ വിൽക്കുന്ന ഒരു കടയുണ്ട് എന്നുള്ള കാര്യം സത്യമല്ലേ? ഗണപതി എന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമല്ലേ? അത് പിന്നെ CPMമാര് വളച്ചൊടിച്ചുണ്ടാക്കുന്ന ഒന്നാണോ? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ പാപ്പരത്വത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണോ? അല്ല. ഇപ്പൊ എന്തിനാണ് ചെന്നിത്തല ഇങ്ങനെ പറയുന്നത്? ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചത് മറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചത് എന്നാണ് വിഷയം ഉയർന്നു വരുന്നത്? ഈ കുഞ്ഞികൃഷ്ണന്റെ പിന്നെ ഒരു ഇന്റർവ്യൂ എന്നാ വരുന്നത്? അതിന് എത്രയോ നാൾക്ക് മുൻപ് ഈ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എത്രയോ റൗണ്ട് ഓടിക്കഴിഞ്ഞു. എന്നിട്ടും ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ പേരും പറഞ്ഞിട്ട് എന്തിനാ വരുന്നത്? അത് ഈ പറയുന്ന പിന്നെ TA മധുസൂദനനും ഈ കുഞ്ഞികൃഷ്ണൻ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു പരാതി ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് എല്ലാവരും സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തെളിവുകളില്ലാത്ത ഒരു ആരോപണമായിട്ട് അത് ഇപ്പോഴും അവശേഷിക്കുകയാണ്. TA കുഞ്ഞിക്കണ്ണൻ ഈ പറയുന്ന ഫണ്ട് തട്ടിച്ചത് തിരിമറി നടത്തിയതുമായിട്ട് എന്തെങ്കിലും പിന്നെ തെളിവുകൾ ഈ കുഞ്ഞികൃഷ്ണൻ ഹാജരാക്കാൻ കഴിയുന്നുണ്ടോ? ഇതുവരെ ഹാജരാക്കിയിട്ടില്ലല്ലോ. വാക്കാൽ പറയുന്നതല്ലേ ഉള്ളൂ. അതേസമയം ഇത് പച്ച പകൽ പോലെ വ്യക്തമായി നിൽക്കുന്ന തെളിവാണ് ചിത്രം. എന്നിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്തത്?
UDF ഇതിനകത്ത് ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി. ആ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കിയ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് വെറും ഒരു ഫോട്ടോ എടുത്തതല്ലെന്നും മുഖ്യമന്ത്രി നടന്നു പോകുന്ന വഴിയിൽ അയാൾ നിന്നപ്പോൾ മുഖ്യമന്ത്രി കൈ കാണിക്കുകയും അതിന്റെ പിന്നിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലൂടെ മുഖ്യമന്ത്രി അകത്തേക്ക് കയറി പോകുന്നതുമായുള്ള ദൃശ്യങ്ങളാണ്. അതിന്റെ കേവലം ഒരു ഫ്രെയിം കട്ട് ചെയ്തിട്ട് അതിനെ ഫോട്ടോ ആക്കി ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു. അപ്പൊ UDF ചെയ്ത് രാഷ്ട്രീയ പാപ്പരത്വം അല്ലേ? UDF അയാൾ എന്തിനാ ഇങ്ങനെ ഒരു പണി കാണിച്ചത്? സൈബർ ടീമുകൾ ഇങ്ങനെ നല്ലൊരു ഒന്നാന്തരം ദൃശ്യം ഉണ്ടായിട്ടും അതിൽ നിന്നും ഒരു ഫ്രെയിം മാത്രം കട്ട് ചെയ്തെടുക്കുകയും പിന്നെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് നുള്ളാൻ ചെല്ലുന്നത് പോലെയുള്ള ഒരു ദൃശ്യമാക്കി. എന്തിനാ? അതൊരു വ്യാജ പ്രചരണമല്ലായിരുന്നു. അതിന് രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ലേ വിളിക്കേണ്ടത്? ഇതിനു മുമ്പ് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വന്ന സമയത്ത് EP ജയരാജന്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വെട്ടിമാറ്റിക്കൊണ്ട് അവിടെ സ്വപ്ന സുരേഷിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാപ്പരത്വം കാണിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അതിന് ബിന്ദു കൃഷ്ണയ്ക്ക് വരെ പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിന്റെ പിന്നെ നേരെ പിന്നെ ഈ ഒരു തല വെട്ടിക്കയറ്റാൻ പോലും അറിയാൻ വയ്യാത്ത കുറെ മശകോടന്മാരെ ഇരുത്തി കഴിഞ്ഞ് ഇതൊക്കെ അവസ്ഥ. അപ്പൊ ഇതെന്താ രാഷ്ട്രീയ പാപ്പരത്വം അല്ലേ? അതിന്റെ രാഷ്ട്രീയ പാപ്പരത്വ. ഇവിടെ രാഷ്ട്രീയ പാപ്പരത്വം ഇല്ല. കാര്യം ഇത് ആരും AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അങ്ങനെ രാഷ്ട്രീയ പിന്നെ ഈ പറയുന്ന ഒരു വലിയ ധീര ദേശാഭിമാനിയുടെ ഭാര്യയെ ഈ പൊതുധാരയിൽ കേവല രാഷ്ട്രീയത്തിന് വേണ്ടി വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളൊരു തോന്നൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ ചെന്നിത്തല മുതിർന്ന നേതാവല്ലേ, കോൺഗ്രസിലെ ഉന്നതനായ ഒരു നേതാവല്ലേ, എന്തുകൊണ്ട് അടൂർ പ്രകാശിനോട് അക്കാര്യം വിശദീകരിക്കാൻ പറഞ്ഞുകൂടാ? ഞങ്ങൾ എന്തിനാണ് പോയത്? അപ്പൊ ആ ഭാഗം വിശദീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ സോണിയാഗാന്ധിയെ സ്വാഭാവികമായി സംശയത്തിന് ദൃഷ്ടിയിൽ നിന്ന് മാറ്റി നിർത്താമല്ലോ. ഞങ്ങൾ പോയത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എന്തുകൊണ്ട് അടൂർ പ്രകാശ് പറയുന്നില്ല? അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരുന്ന പിന്നെ സമ്മാനം വേറെ ഒന്നും ആയിരുന്നില്ല, ഇന്ന കാര്യങ്ങളായിരുന്നു, എന്തുകൊണ്ടാണ് പിന്നെ അടൂർ പ്രകാശിനെ കൊണ്ട് പറയിക്കാത്തത്? ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്കെതിരായി വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിയിക്കുക കൂടി ചെയ്യണം. അതാണ് സോണിയാഗാന്ധിയോടുള്ള സ്നേഹം. ഞങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഇത് എന്തുകൊണ്ടാണ് തെളിയിക്കപ്പെടാതെ പോകുന്നത്? അത് അന്വേഷിപ്പിക്കുകയും മറുപടി പറയണം. മറുപടി പറയുക തന്നെ വേണം. മറുപടി അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ട് മറുപടി പറയിക്കുക തന്നെ വേണം. അത് ഇവരുടെ ഉത്തരവാദിത്വമാണെന്നേ. ഈ പറയുന്ന ചെന്നിത്തലയുടെ ഉത്തരവാദിത്വമാണ്, മുതിർന്ന നേതാക്കളുടെ VD സതീശന്റെ ഉത്തരവാദിത്വമാണ്, അവിടെ ഇപ്പം ഈ പറയുന്ന സണ്ണി വക്കീലിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പലരുടെയും ഈ പറയുന്ന KC വേണുഗോപാലിന്റെ വരെ ഉത്തരവാദിത്വമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറെക്കാലം സോണിയാഗാന്ധി സംശയ നിലയിൽ തന്നെ ആയിരിക്കും. ജനങ്ങളെല്ലാവരും സോണിയാഗാന്ധിയെ സംശയിക്കും. സോണിയാഗാന്ധിക്ക് കിട്ടിയ സ്വർണ്ണമാണോ, ആ പിന്നെ ഇതിനകത്ത് താലത്തിനകത്ത് എന്തായിരുന്നു, ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. സോണിയാഗാന്ധിക്ക് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾ ആരും അറിയണ്ട എന്ന് പൊതുജനത്തിന്റെ മുഖത്ത് നോക്കി രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റൂ? ചെന്നിത്തല അങ്ങനെ പ്രസ്താവന പറയട്ടെ, ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങൾ ഇത് LDF നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ്. സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ആ ചിത്രം AI ജനറേറ്റഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ സോണിയാഗാന്ധിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല. പരസ്യമായി തുറന്നു പറ. ചെന്നിത്തല അങ്ങനെ ഒരു ബൈറ്റ് കൊടുക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട്. ഇന്ന കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത്. സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടില്ല. പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ചെന്നിത്തല തയ്യാറുണ്ടോ? ചെന്നിത്തല ഇതിനു മുമ്പ് വേറൊരു വ്യവസായിയെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നല്ലോ. അതുപോലെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ചെന്നിത്തല ധൈര്യപ്പെടണം. അല്ലാതെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയണം. ഇടതുപക്ഷത്തിന്റെ നിലപാട് വിട്ടേക്കൂ. ഇടതുപക്ഷം പ്രതിപക്ഷമാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പോസിറ്റ് കക്ഷിയാണ്. ആ ഓപ്പോസിറ്റ് കക്ഷികൾക്ക് ഇങ്ങനെ ചില ത്രെഡുകൾ വീണ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. ഇപ്പോഴും അന്നുണ്ടാക്കിയ ഫോട്ടോ ഒറിജിനലാണ്. അത് പിന്നെ കൃത്യമായി പിന്നെ മുഖ്യമന്ത്രിയും ഇയാളും തമ്മിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാരുള്ളത്. എന്നാൽ അതിന്റെ വാസ്തവം എന്താണെന്ന് നാട്ടുകാരിൽ മുഴുവൻ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും കോൺഗ്രസ്സുകാർക്ക് മാത്രം വ്യക്തമായിട്ടില്ല. അതാ പറഞ്ഞ ഇപ്പം സോണിയാഗാന്ധി അങ്ങനെ തെറ്റുകാരി അല്ലെന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി തരേണ്ടത് ഓരോ കോൺഗ്രസ്സുകാരന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ചെന്നിത്തലയ്ക്കും അതിന് മറുപടി പറയാം. തീർച്ചയായിട്ടും ചെന്നിത്തലയല്ലേ വ്യക്തമാക്കേണ്ടത്. ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലാണ് ചെന്നിത്തലയുടെ ഇതുള്ളത്. അപ്പൊ ചെന്നിത്തല തീർച്ചയായിട്ടും പറയണം ഇന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ സോണിയാഗാന്ധി വേട്ടയാടരുത്. കാരണം പിന്നെ അത് അടൂർ പ്രകാശ് അറിഞ്ഞുകൊണ്ടല്ല ആ യാത്ര നടത്തിയെന്നും ആ സോണിയാഗാന്ധി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി യാതൊരു സമ്മാനവും കൈപ്പറ്റിയിട്ടില്ല എന്നും അവിടെ മറ്റൊരു ചർച്ചയും നടന്നിട്ടില്ല, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല, കയ്യിൽ കെട്ടിക്കൊടുത്തിയത് അവിടുത്തെ ചരടാണ്, ശബരിമലയിലെ ചരടാണ്. കഴിഞ്ഞ പ്രശ്നം. ഇങ്ങനെ ഒരു ബൈറ്റ് എന്തുകൊണ്ടാണ് ചെന്നിത്തല ഇത്രയും നാളായിട്ട് കൊടുക്കാത്തത്? പോട്ടെ, ഈ സഭയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് VD സതീശൻ പോലും ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്തത്? തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവം എന്ന് ഞങ്ങൾ അടൂർ പ്രകാശിനോട് ചോദിച്ചിട്ടുണ്ട്, ആ വിശദീകരണം തേടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ?
അവർക്കാർക്കും സോണിയാഗാന്ധിയോട് മതിപ്പൊന്നുമില്ല. അവർക്ക് മതിപ്പില്ല സോണിയാഗാന്ധിയോട്. 19 വയസ്സായ ഒരു സ്ത്രീയാണ്. അവർക്ക് അങ്ങനെ മതിപ്പുണ്ടായിരുന്നെങ്കിൽ, ശരിക്കും ഞങ്ങളുടെ ഉദ്ദേശം സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ പുറത്തു വിടണ്ടേ. അത് പുറത്ത് വിടുക തന്നെ വേണമെന്നേ. ഇല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കും. ഇനി രാഷ്ട്രീയ പാപ്പരത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വരെ മാറ്റിയപ്പോൾ അന്ന് അവിടെ പോയി ലോക്സഭയുടെ മുമ്പിൽ നിന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? പോറ്റിയെ കയറ്റി. അതിനകത്ത് രാഷ്ട്രീയ പാപ്പരത്വം അല്ലേ? വസ്തുതകൾ അറിഞ്ഞിട്ടാണോ പോറ്റിയെ കയറ്റിയ പാട്ട് പാടിയത്? ഏറ്റവും അവസരം വന്നപ്പോ ആരാ അവിടെ പോറ്റിയെ കയറ്റിയത്? പോറ്റി കിക്കണ്ട ഒരു തരത്തിലുള്ള ഒരു അധികാരം കൈമാറിയതാരാണ്? അത് ആരുടെ ഭരണകാലത്താണ്? UDF ഭരണകാലത്ത്. അപ്പൊ പോറ്റിയെ കയറ്റി എന്ന് പറയുന്ന പാട്ട് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സൃഷ്ടിച്ചുവെങ്കിലും 2004 മുതൽ അവിടെയുള്ള പോറ്റിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാണുന്ന തരത്തിൽ എന്താ പറയുന്നത് സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് കൊടുത്ത് അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളാക്കി മാറ്റിയത് ഇതേ കോൺഗ്രസ്സുകാരാണ്, UDF കാരാണ്. എന്തുകൊണ്ടാണ് UDF മറച്ചു പിടിക്കുന്നത്? അപ്പം യഥാർത്ഥത്തിൽ ഇതിന്റെ രാഷ്ട്രീയം കളിച്ച ആരാണ്? UDF ആണ്. രാഷ്ട്രീയ പാപ്പരത്വം ആരുടേതാണ്? UDF. അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ രക്തസാക്ഷി ഫണ്ട് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാനാവാത്ത വലിയൊരു കുരുക്കിലേക്കാണ് കോൺഗ്രസ് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുകൂടി പ്രഖ്യാപിച്ചപ്പോൾ ബജറ്റ് കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കോൺഗ്രസ്സുകാർക്ക് മറ്റൊന്നും പറയാനില്ല. ഇവിടെ ശബരിമലയിൽ കടിച്ചു തൂങ്ങി കിടക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തർക്കം ഉന്നയിക്കാനില്ല. അല്ലെങ്കിൽ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുന്നു. ഇതേ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിലെ കാശും കൊണ്ടാണ് VD സതീശൻ കറങ്ങി അടിച്ച് നടക്കുന്നത്. VD സതീശൻ കാർ ഓടിച്ചിരുന്ന സ്റ്റേറ്റ് കാറാണ്, ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവിന്. ആ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സ്റ്റാഫുകൾക്ക് കാശ് കൊടുക്കുക, ശമ്പളം കൊടുക്കാൻ കാശുണ്ടല്ലോ, ഓഫീസ് സ്റ്റാഫുകൾ കാശ് മേടിക്കുന്നുണ്ടല്ലോ. VD സതീശന് പൈസ ഇതുവരെ മുടങ്ങിയിട്ടുണ്ടോ? VD സതീശന് കൃത്യമായി കാശ് കിട്ടുന്നുണ്ടല്ലോ. VD സതീശന്റെ വണ്ടിയുടെ വേറെ ടയർ മാറ്റാനും അതിന്റെ സർവീസിനും കാറ്റടിക്കാൻ കാശില്ലെന്ന് തോന്നുന്നു, അതിന്റെ പ്രശ്നമുണ്ട്. അപ്പം ഇതിനൊക്കെ വേറെ ടയറിനും കാര്യങ്ങൾക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടി VD സതീശന് കാശ് കിട്ടുന്നില്ലേ? ഡീസൽ അടിക്കാൻ കാശ് കിട്ടുന്നില്ല ഇന്നോവയ്ക്ക്? ഇന്നോവ ക്രിസ്റ്റയാണെന്ന് തോന്നുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം. അതിന് ഡീസൽ അടിക്കാൻ പൈസ കിട്ടുന്നില്ലേ? ഇത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണെന്ന് എന്തർത്ഥത്തിലാണ് VD സതീശൻ പറയുന്നത്? VD സതീശൻ സർക്കാർ ചെലവില്ല. എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് വണ്ടിയിലാണ് VD സതീശന് പോകുന്നത്, ക്യാബിനറ്റ് പദവിയാണ്. അപ്പൊ അതിനൊക്കെ പൈസയുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നത്? ഖജനാവി പൂച്ച വെച്ച് കിടക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര ജീവനക്കാർക്കാണ് ശമ്പളം കിട്ടാതെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്? അവരെ കൊണ്ട് സമരം ചെയ്യിക്കട്ടെ. ശമ്പളം കിട്ടാത്ത സർക്കാർ ജീവനക്കാരെ കൊണ്ടുവന്ന് VD സതീശൻ സമരം ചെയ്യിക്കട്ടെ. അപ്പൊ അറിയാൻ പറ്റൂല പൂച്ചയാണോ പട്ടിയാണോ വിറ്റ് കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് VD സതീശൻ വിശദീകരിക്കുന്നത് ഭയങ്കര രസമാണ്. പുള്ളിയുടെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച ഇങ്ങനെ പ്രസവിക്കാറാകുമ്പോൾ അലഞ്ഞിരിഞ്ഞ് നടക്കും. അതിന്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ആരുടെ ശല്യമില്ലാത്തൊരു സ്പേസിൽ പോയി പൂച്ച പ്രസവിക്കും. അങ്ങനെയാണ് പൂച്ച പ്രസവിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം. പുള്ളിയുടെ ഗവേഷണം പല വിധത്തിലാകാമല്ലോ, ഓരോരുത്തരുടെയും ഗവേഷണം അങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് രാഷ്ട്രീയ പാപ്പരത്തങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിന് ഇപ്പോൾ പുതിയ ബജറ്റും കൂടി വന്നപ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ മാർഗമൊന്നുമില്ല. ശബരിമല എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ മാത്രം കടിച്ചു തൂങ്ങി ഈ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള കുറ്റം പറയുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ. അതല്ല, ജനകീയമായ ഒരു പ്രശ്നം ഇവർക്ക് ഉയർത്തി കാണിക്കാനുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ജനം ഇവരെ തഴയും എന്നൊരു ഭയം ഇപ്പോ UDF ആകമാനം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതുകൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയെ ഒരു രക്തസാക്ഷിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഞങ്ങൾ LDF കണ്ടില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വനിതാ നേതാവിനെ, ഞങ്ങളുടെ മാതൃ തുല്യയായ ഞങ്ങളുടെ നേതാവിനെ അപഹസിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു തുടങ്ങിയ പരാമർശങ്ങളുമായിട്ടൊരു സെന്റിമെന്റൽ തരംഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇനി അതേ ഉള്ളൂ വഴി. ഇനി എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വോട്ട് പിടിക്കാൻ മറുപടി പറയണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി കൂടെ ആയിരിക്കും ഈ പറയുന്ന VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തല ആയാലും ഇതിങ്ങനെ ഈ പറയുന്ന പോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് മുന്നിൽ വെച്ചത്. അല്ലാതെ വേറൊന്നും പറയാനില്ലെന്നേ. പറയാൻ ഉള്ള കാര്യങ്ങൾ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തുക. കാര്യം ജനങ്ങൾക്കുണ്ട് ഒരു അസ്വസ്ഥത. ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, എന്തിനാണ് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്ദർശന സമയം അനുവദിച്ചത്? അതിനുള്ള വ്യക്തമായ ഒരു മറുപടി കിട്ടേണ്ടതുണ്ട്. സോണിയാഗാന്ധിക്ക് നൽകിയ സമ്മാനപ്പൊതി എന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണ്? അതോടൊപ്പം ഗോവർദ്ധൻ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത് എന്താണ്? ഗിഫ്റ്റ് കൊടുത്ത് എന്താണ്? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു? ഇതൊക്കെ പൊതുജനം അറിയേണ്ട കാര്യമല്ലേ? ജനങ്ങൾക്ക് സംശയമില്ല. ഇത് കൊടുങ്കള്ളനായി ഒരുത്തൻ പിടിയിലായി കഴിയുമ്പോൾ ആ കള്ളൻ മുന്നിൽ നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാരെ എല്ലാം കുറിച്ച് ഒരു സംശയം ഉണ്ടാകും. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പൊ എന്താണ് ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നുള്ളത് ഒന്നുകിൽ ചെന്നിത്തലയെങ്കിലും പറയണം. ഇനി രാഷ്ട്രീയ പാപ്പരത്വം ഒന്ന് വിളിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറി നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും കഴിയില്ല എന്ന വസ്തുത ചെന്നിത്തല മനസ്സിലാക്കുകയും കൂടെ വേണം.